അപ്പൊ ഡിജോ നമ്മള് പറഞ്ഞു വന്നത് ആ, അദ്ദേഹത്തിന് സ്പോർട്സിനോടുണ്ടായിരുന്ന താല്പര്യം അത് ഒരു ആ, അതിന്റെ പിന്നിൽ ഒരു മൂല്യബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ മൂല്യബോധം കൂട്ടായ്മയുടെ ആ, ബോധമായിരുന്നു. അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിസത്തിലേക്ക് കൂടുതൽ കൂടുതലായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കൂട്ടായ്മയുടെയും ഇപ്പൊ സഭയെക്കുറിച്ച് പറഞ്ഞാൽ സിനഡാലിറ്റി എന്നുള്ള വാക്കാണല്ലോ. അപ്പൊ മൊത്തത്തിൽ ലോകം മുഴുവന്റെയും ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമായിട്ട് സ്പോർട്സിനെ അദ്ദേഹം കണ്ടു. ചെറുപ്പം മുതലേ കളിക്കുമായിരുന്നാണ്, മണിക്കൂറുകളോളം കളിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം കളിയിൽ വലിയ മിടുക്കനായിരുന്നില്ല എന്നാണ് തന്റെ ആത്മകഥയില് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ഹോപ്പില് പറയുന്നു, അദ്ദേഹത്തിനൊരു ഒരു ഇരട്ടപ്പേര് കളി കളിക്കൂട്ടുകാർ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഹാർഡ് ഫുട്ട് എന്ന പേരായിരുന്നു. അതായത് വളയാത്ത കാല്, ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള കാല്. അപ്പോ നന്നായിട്ട് ഫുട്ബോൾ കളിക്കണമെങ്കിൽ നല്ല ഒരു വഴക്കം വേണമല്ലോ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള വഴക്കം ഹോർഹെ മാരിയോ ബെർഗോളിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല അത്രേ. ഏതായാലും അദ്ദേഹം സാൻ ലോറൻസോ ക്ലബിന്റെ വലിയൊരു ഒരു ആരാധകനാണെന്ന് മാത്രമല്ല മെമ്പറുമാണ്. മുഴുവൻ അതില് പേ ചെയ്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് പേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് നമ്പര് 88,235 സാൻ ലോറൻസോ ക്ലബ്ബ്. സാൻ ലോറൻസോ ക്ലബിന്റെ പ്രത്യേകത അർജന്റീനയിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ക്ലബ്ബാണ് എന്ന് മാത്രമല്ല 2014 സൗത്ത് അമേരിക്കൻ ക്ലബുകളുടെ ലീഗ് ഉണ്ടല്ലോ, മത്സരം ഉണ്ടല്ലോ, അതിൽ ചാമ്പ്യൻസ് ആയത് ഈ അർജന്റീനയിലെ സാൻ ലോറൻസോ ക്ലബാണ്. ഏതാണ്ട് 1908 മറ്റോ ഒരു അച്ഛൻ സ്ഥാപിച്ചതാണ്. ലോറൻസോ മെസ്സ എന്നോ മറ്റോ പറഞ്ഞൊരു പേരുള്ള ഒരു അച്ഛൻ. അതുകൊണ്ട് തന്നെ അതിന്റെ മെമ്പേഴ്സിനെ ആളുകൾ വിളിക്കുന്നത് കാക്കകൾ എന്നാണ്, ക്രോസ്. കാരണം എന്താ വെച്ചാല് ഈ അച്ഛന്റെ കറുത്ത ഉടുപ്പ്, സ്ഥാപകന്റെ ആ കറുത്ത ലോഹയാണല്ലോ, കറുത്ത ലോഹ. അതുകൊണ്ട് അതിന്റെ ഫാൻസിനെ വിളിച്ചത് അങ്ങനെ കാക്കകൾ എന്നായിരുന്നു. അപ്പൊ എന്തായാലും ഈ 2014 ഈ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ടൂർണമെന്റില് ചാമ്പ്യനായി കഴിഞ്ഞപ്പോ അവര് ടൂർണമെന്റ് ഈ കപ്പുമായിട്ട് വത്തിക്കാനിലേക്ക് വന്നു. വത്തിക്കാനിൽ വന്ന് പാപ്പയെ അത് കാണിച്ചു. പാപ്പയ്ക്കും വലിയ സന്തോഷമായി. എന്ന് മാത്രമല്ല ഈ ഒരു ഫുട്ബോൾ ടീം ഒരു സ്റ്റേഡിയം പണിയാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ആ സ്റ്റേഡിയത്തിന് പോപ്പ് ഫ്രാൻസിസിന്റെ പേരാണ് അവര് കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ സ്പോർട്സിന്റെ തലത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങള് പാപ്പയോട് ചേർത്ത് പറയാനുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു ക്ലബ്ബ്, ആ ക്ലബിലെ ഫാനും കൂടിയാണ് അദ്ദേഹം. അതിന്റെ അനുഭവമാണ്. ഇതാണ് എനിക്ക് ആ ക്ലബിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പം കാണുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ കളി പോലും കാണാറുണ്ടോ? അതേപ്പറ്റി എന്താണ് ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത്? കോട്ടയിലച്ച സന്തോഷം. കോട്ടയിലച്ച അദ്ദേഹം ഒരിക്കലും ടി വിയിൽ കളി കാണാറില്ല, ടി വി കാണാറേ ഇല്ല. അതാണ് അതിന്റെ രസം. അദ്ദേഹം ടി വി കാണാറേ ഇല്ല. കാരണം ഈ കർമ്മല മാതാവുമായി അദ്ദേഹം ഒരു ഉടമ്പടി നടത്തിയെന്നാണ് പറയുന്നത്. അതായത് ടി വി കാണില്ല എന്നൊരു പ്രോമിസ് വെർജിൻ ഓഫ് കാർമൻ, അതായത് കർമ്മല മാതാവ് തന്നെയാണ്. 1990 പാപ്പ കർമ്മല മാതാവിനോട് ഒരു പ്രോമിസ് നടത്തി, ഞാൻ ഇനി മുതൽ ടി വി കാണില്ല. അതിനുശേഷം പിന്നെ ടി വി കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അത് വേൾഡ് കപ്പായാലും ടി വി കാണാറില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് പാപ്പ ഈ വേൾഡ് കപ്പിലെ വിജയമൊക്കെ അറിയുന്നത്? പ്രത്യേകിച്ച് 2020 അർജന്റീനയുടെ വിജയം ഉണ്ടായിരുന്നല്ലോ.
2022 എൻ്റെ ഓർമ്മ. അപ്പോ ആ വിജയമൊക്കെ അദ്ദേഹം അറിഞ്ഞത് റേഡിയോ ഫോളോ ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അവിടെ കാവലുണ്ടായിരുന്ന നമ്മുടെ സ്വിസ് ഗാർഡ് ഉണ്ടല്ലോ, സ്വിസ് ഗാർഡിൽ നിന്ന് അദ്ദേഹം പോയി ന്യൂസ് പിടിക്കുമായിരുന്നു. ആരാ ജയിച്ചത്, എത്ര ഗോൾ അടിച്ചു, ഇങ്ങനെ. അപ്പോ വലിയൊരു ഫുട്ബോൾ പ്രേമിയായ പാപ്പ, TV കാണാത്ത പാപ്പ, അപ്പൊ നേരിട്ട് അത് കാണാൻ തയ്യാറാകാത്ത പാപ്പ, പക്ഷെ റേഡിയോ കമന്ററിയിലൂടെയും സ്വിസ് ഗാർഡിലൂടെയൊക്കെ കാര്യങ്ങള്, ഫുട്ബോളിന്റെ വാർത്തകള് അറിയുന്ന പാപ്പ. അതാണ് കോട്ടയിലച്ച ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ടീം സ്പിരിറ്റ് ആണ് പറഞ്ഞ അച്ഛൻ പറഞ്ഞതുപോലെ, കളികളിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഫുട്ബോളിൽ അതില്ലാതെ ഏത് കളിയിലും പറ്റില്ല, ഫുട്ബോളിൽ പ്രത്യേകിച്ചും. ആ ഒരു സ്പിരിറ്റ് സഭയിലെ പ്രവർത്തനങ്ങളിലും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ ഫലമാണല്ലോ ഈ സിനറാലിറ്റിയെ പറ്റിയുള്ള ചർച്ചകളെല്ലാം അദ്ദേഹം ഏർപ്പെടുത്തിയതും സഭയിൽ എല്ലാ ആളുകളും ആക്റ്റീവ് ആകണം എന്ന് പറയുന്നതും. അതുമായിട്ട് അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ ഏതെങ്കിലും തരത്തിൽ? ഇത് ഈ ഒരു ബന്ധമുണ്ട് എന്നാലും കൂടുതൽ. തീർച്ചയായിട്ടും ആ ബന്ധം വളരെ നല്ലൊരു ബന്ധമാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സഭയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും, സ്പോർട്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും, ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും. ആരും ഒറ്റയ്ക്കാകരുത്, ഒറ്റയ്ക്കല്ല എന്ന ആ കാഴ്ചപ്പാടാണ്.